ശ്രദ്ധിക്കുക. നമ്മൾ ഇംഗ്ലീഷിൻ്റെ പാഠത്തിലേക്ക് കടക്കുകയാണ്. ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ പാഠം മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്ന പാഠമാണ്. ഒന്നാമത്തെ പാഠത്തിൻ്റെ ഏകദേശം ഒരു മലയാള രൂപം, കഥ എന്താണെന്ന് ഞാൻ ഏകദേശം പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് പാഠം എടുക്കാം. സുനിൽ ഗവാസ്കർ എന്ന് പറയുന്ന പ്രശസ്തനായ ക്രിക്കറ്റ് പ്ലെയർ, അദ്ദേഹത്തിൻ്റെ ജനന ദിവസവും അന്ന് പറ്റിയ ഒരു അബദ്ധവും, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബാല്യകാല കൗമാരകാല ജീവിതവും അദ്ദേഹം ഒരു ഡയറി കുറിപ്പായിട്ട് എഴുതിയിരിക്കുകയാണ്. അതാണ് ഈ പാഠഭാഗത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം 1949 ജൂലൈ 10 ജനിച്ചത്. ജനന സമയത്ത് അദ്ദേഹത്തെ കുളിപ്പിക്കാൻ നഴ്സുമാർ എടുത്തുകൊണ്ട് പോയി. ജനിച്ചതിന് ശേഷം അന്ന് എന്നിട്ട് കുട്ടി മാറിപ്പോയി. അതായത് മറ്റൊരു സ്ത്രീയുടെ അടുത്താണ് ഈ സുനിൽ ഗവാസ്കറിനെ കൊണ്ട് കിടത്തിയത്. ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു അത് തിരിച്ചറിയുകയും അദ്ദേഹത്തെ വീണ്ടെടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. സെക്ഷൻ 1 എന്ന് പറയുന്ന ഭാഗം, ഒന്നാമത്തെ ഭാഗമാണ് സെക്ഷൻ 1. I may never have become a cricketer, and this book would certainly not have been written if an eagle-eyed relation, Mr. Narayan Masurerkar, had not come into my life the day I was born, July 10th, 1949. 1949 ജൂലൈ 10 ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ബന്ധുവായ, ആ ബന്ധുവിൻ്റെ ഒരു പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. ഈഗിൾ ഐഡാണ്, വളരെ കഴുകൻ്റെ കണ്ണുള്ള അല്ലെങ്കിൽ പരുന്തിൻ്റെ കണ്ണുള്ള വളരെ സൂക്ഷ്മദൃഷ്ടിയുള്ള മിസ്റ്റർ നാരായൺ മസുരേർക്കർ എന്ന് പറയുന്ന എൻ്റെ ബന്ധു എന്നെ കാണാൻ അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു ക്രിക്കറ്റർ ആവുകയോ ഇങ്ങനെ ഒരു പുസ്തകം രചിക്കുകയോ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. It seems that Nankaka, as I call him, Nankaka എന്ന് ഞാൻ വിളിക്കുന്ന നാരായൺ മസുരേർക്കർ. അപ്പോൾ നാരായൺ മസുരേർക്കർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ സുനിൽ ഗവാസ്കർ വിളിക്കുന്ന നാൻകാക്ക എന്നാണ്. ഇദ്ദേഹമാണ് ഹു ഹാഡ് കം ടു സീ മീ ഇൻ ഹോസ്പിറ്റൽ ഓൺ മൈ ഫസ്റ്റ് ഡേ ഇൻ ദിസ് വേൾഡ്. ഞാൻ ഈ ലോകത്തുണ്ടായ ആദ്യത്തെ ദിവസം എന്നെ കാണാൻ വേണ്ടി അദ്ദേഹം ഹോസ്പിറ്റലിൽ വന്നു. നോട്ടീസ്ഡ് എ ലിറ്റിൽ ഹോൾ നിയർ ദി ടോപ്പ് ഓഫ് മൈ ലെഫ്റ്റ് ഇയർ ലോബ്. എൻ്റെ കീഴ്ക്കാതിൻ്റെ, ഇടത്തെ കീഴ്ക്കാതിൻ്റെ അല്പം മുകളിലായി ഒരു ചെറിയ ഹോള് അദ്ദേഹം ശ്രദ്ധിച്ചു. ദ നെക്സ്റ്റ് ഡേ ഹി കെയിം അഗെയിൻ ആൻഡ് പിക്ക്ഡ് അപ്പ് ദ ബേബി ലേയിങ് ഓൺ ദി ക്രിപ്പ് നെക്സ്റ്റ് ടു മൈ മദർ. എൻ്റെ അമ്മയുടെ അടുത്ത് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ അടുത്ത ദിവസവും അദ്ദേഹം കാണാൻ വന്നപ്പോൾ എടുക്കുകയുണ്ടായി. അങ്ങനെ എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ടു ഹിസ് അട്ടർ ഹൊറർ, അദ്ദേഹത്തിൽ നിന്ന് വളരെ ഭീതികരമായ ഒരു ശബ്ദം പുറപ്പെട്ടു. ഹി ഡിസ്കവേർഡ് ദാറ്റ് ദി ബേബി ഡിഡ് നോട്ട് ഹാവ് ദി ഹോൾ ഓൺ ദി ലെഫ്റ്റ് ഇയർ ലോബ്. അപ്പോൾ അദ്ദേഹം പേടിച്ച് ഒച്ച വെച്ചു എന്നാണ് പറയുന്നത്. അട്ടർ ഹൊറർ ഉണ്ടായി. എന്താണ് പേടിക്കാൻ കാരണം? അദ്ദേഹം കുട്ടിയെ കയ്യിലെടുത്ത് നോക്കിയപ്പോൾ കുട്ടിയുടെ കീഴ്ക്കാതിന് മുകളിൽ, ഇടത്തെ കീഴ്ക്കാതിന് മുകളിൽ ഇന്നലെ കണ്ട ആ ഹോള് കാണുന്നില്ല. അപ്പോൾ എന്താണ് മനസ്സിലായത്? കുട്ടി മാറിപ്പോയിരിക്കുന്നു. എ ഫ്രാൻറ്റിക് സെർച്ച് ഓഫ് ഓൾ ദി ക്രിപ്സ് ഇൻ ദി ഹോസ്പിറ്റൽ ഫോളോവഡ്. എല്ലാവരും വെപ്രാളം പിടിച്ച്, ഫ്രാൻറ്റിക്കായിട്ട് തിരക്ക് പിടിച്ച്, വെപ്രാളം പിടിച്ച് ഉടൻ തന്നെ ഹോസ്പിറ്റലിലുള്ള എല്ലാ ബെഡിലും എല്ലാ തൊട്ടിലും തിരയാൻ തുടങ്ങി. ആൻഡ് ഐ വാസ് ഇവൻറ്റ്വലി ലൊക്കേറ്റഡ് സ്ലീപ്പിംഗ് ബ്ലിസ്ഫുള്ളി ബിസൈഡ് ദ ഫിഷർ വുമൻ ടോട്ടലി. അപ്പോൾ ഞാൻ എന്താ സംഭവിച്ചത്? ഞാൻ വളരെ ശാന്തനായിട്ട് ഒരു മുക്കുവ സ്ത്രീയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു.
ടോട്ടലി അബ്ലിവിയസ് ഓഫ് ദി കൊമോഷൻ ഐ ഹാഡ് കോസ്ഡ്. മറവിയാണ് മറവി മൂലമുണ്ടായ ഒരു പ്രശ്നമായിരുന്നു അത്. മറവി മൂലം ഉണ്ടായ ഒരു പ്രശ്നം ആയിരുന്നു അത്. ദ മിക്സ് അപ്പ് ഇറ്റ് അപ്പിയേഴ്സ് ഫോളോ ആഫ്റ്റർ ദി ബേബീസ് ഹാഡ് ബീൻ ഗിവൺ ദെയർ ബർത്ത്. കുട്ടികളെ കുളിപ്പിക്കാൻ എടുത്തുകൊണ്ട് പോയപ്പോൾ വന്ന ഒരു കുഴപ്പമാണ് അവിടെ സംഭവിച്ചത്. കുട്ടികൾ മിക്സപ്പായിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസിൽ അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ആ നാരായൺ മസുരേർക്കർ എന്ന് പറയുന്ന അദ്ദേഹം, ആ ബന്ധു, രണ്ടാം ദിവസവും ആ കുട്ടിയെ കാണാൻ വരികയും അത് തിരിച്ചറിയുകയും ചെയ്തു. ഒരുപക്ഷെ അദ്ദേഹം ആദ്യം വന്നപ്പോൾ അത് ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രമാണ് രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് കുട്ടി മാറിപ്പോയി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അദ്ദേഹം കാരണമാണ് സുനിൽ ഗവാസ്കർ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് വീണ്ടെടുക്കപ്പെട്ടത് എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. പ്രോവിഡൻസ് ഹാഡ് ഹെൽപ്ഡ് മീ ടു റിറ്റെയിൻ മൈ ട്രൂ ഐഡൻറ്റിറ്റി. ദൈവാനുഗ്രഹം എന്നെ എൻ്റെ യഥാർത്ഥ അഡ്രസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇൻ ദിസ് പ്രോസസ് ചാർട്ടർ ദ കോഴ്സ് ഓഫ് മൈ ലൈഫ്. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഈ അധ്യായം നിലനിർത്താൻ കഴിഞ്ഞത്. I have often wondered what would have happened if nature had not marked me out and given me my God by giving me that small hole on my left ear lobe. ഞാൻ പലപ്പോഴും and if Nankaka had not noticed his abnormality. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, പ്രകൃതി എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു അടയാളം മാർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ ആ അടയാളം എൻ്റെ ഗാഡാണ് എന്ന് അദ്ദേഹം പറയുന്നു. മീ ഔട്ട് ആൻഡ് ഗിവൻ മീ മൈ ഗാഡ് ബൈ ഗിവിങ് ദ സ്മോൾ ഹോൾ ഓൺ മൈ ലെഫ്റ്റ് ഇയർ ലോബ്. എൻ്റെ ഇടത്തെ കീഴ്ക്കാതിന് മുകളിലായി അങ്ങനെ ഒരു ചെറിയ ഹോൾ തന്നത് അതൊരു ഗാഡായിരുന്നു, ഒരു മാർക്കായിരുന്നു, പ്രകൃതിയുടെ ഒരു മാർക്കായിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കൂടാതെ ഇഫ് നാൻകാക്ക ഹാഡ് നോട്ട് നോട്ടീസ് ദിസ് അബ്നോർമാലിറ്റി, ഈ അസ്വാഭാവികത ആര് നാൻകാക്ക എന്ന് അദ്ദേഹം വിളിക്കുന്ന നാരായൺ മസുരേർക്കർ ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. പെർഹാപ്സ് ഒരുപക്ഷെ I would have grown up to an obscure fisherman. അറിയപ്പെടാത്ത ഒരു മുക്കുവനായി ഞാൻ വളർന്നു വരുമായിരുന്നു. കാരണം എന്താണ്? മുക്കുവസ്ത്രീയുടെ അടുത്താണ് ആ കുട്ടിയെ കൊണ്ട് കിടത്തിയത്, കുളിപ്പിച്ചതിന് ശേഷം രണ്ടാമത്തെ ദിവസം കൊണ്ട് കിടത്തിയത്. അപ്പോൾ തിരിച്ചറിഞ്ഞില്ല, സ്വാഭാവികമായിട്ട് ആ മുക്കുവസ്ത്രീ ആ കുട്ടിയെ വളർത്തും. അങ്ങനെ മുക്കുവസ്ത്രീയുടെ കുട്ടിയെ ആര് വളർത്തും? ചിലപ്പോൾ സുനിൽ ഗവാസ്കറിൻ്റെ അമ്മ വളർത്തുമായിരുന്നു. അപ്പോൾ തിരിച്ചറിയപ്പെടാത്ത obscure fisherman toiling somewhere along the west coast. പടിഞ്ഞാറൻ തീരങ്ങളിലൂടെ തോണി തുഴഞ്ഞ് നടക്കുന്ന ഒരു മീൻപിടുത്തക്കാരനായി ഒരു പക്ഷേ അവൻ മാറുമായിരുന്നു. ആൻഡ് വാട്ട് അബൌട്ട് ദ ബേബി ഹൂ ഫോർ സ്പെൽ ടുക്ക് മൈ പ്ലേസ്. ഇനി മാറിപ്പോയ എനിക്ക് പകരം കിട്ടുന്ന കുട്ടി എന്ത് സംഭവിക്കുമായിരുന്നു? ഐ ഡോണ്ട് നോ ഈഫ് ഹീ ഈസ് ഇൻട്രസ്റ്റ് ഇൻ ക്രിക്കറ്റ്. അദ്ദേഹം ക്രിക്കറ്റിൽ താല്പര്യമുള്ള ഒരു ആൾ ആകുമായിരുന്നോ എന്നെനിക്കറിയില്ല. ഓ വാട്ട് എവർ ഹീ വിൽ എവർ റൈറ്റ് ദിസ് ബുക്ക്. അദ്ദേഹം ഇങ്ങനെയൊരു ബുക്ക് എഴുതുമായിരുന്നോ എന്നും അറിയില്ല. അവിടെ റീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് നിങ്ങൾ റൈറ്റ് എന്ന് ആക്കണം. whether he will ever write this book. I can only hope that if he does, he will start talking to little more interest in Sunil Gavaskar. സുനിൽ ഗവാസ്കർ എന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടാകുമായിരുന്നോ എന്ന് ഏകദേശം ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മുക്കുവനായിരിക്കും,
മറ്റൊരു സുനിൽ ഗവാസ്കർ ഉണ്ടായിരിക്കാം, കളിക്കാരനായി വന്നിരിക്കാം. പകരം മാറിക്കിട്ടിയ കുട്ടി ചിലപ്പോൾ ഒരു ക്രിക്കറ്റർ ആണെങ്കിൽ ഈ കടലിലൂടെ തോണി തുഴഞ്ഞ് മുക്കുവനായി നടക്കുന്ന മറ്റേ കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റേ വ്യക്തിക്ക് സുനിൽ ഗവാസ്കറിനെ കുറിച്ച് താല്പര്യമുണ്ടാകുമോ എന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ തൊട്ടു താഴെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 1-1 എന്ന് കാണുന്നുണ്ട്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 1-1 അത് നമുക്കൊന്ന് സോൾവ് ചെയ്തതിന് ശേഷം അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. വെൻ വാസ് സുനിൽ ഗവാസ്കർ ബോൺ? എന്നാണ് സുനിൽ ഗവാസ്കർ ജനിച്ചത്? എന്നാണ് സുനിൽ ഗവാസ്കർ ജനിച്ചത്? നമുക്ക് പുസ്തകത്തിൽ നോക്കി വേണമെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാം. കൂടാതെ പുസ്തകത്തിൻ്റെ ഓരോ പാഠത്തിൻ്റെയും പുറകിൽ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസർ ചിലതൊക്കെ തെറ്റുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. തെറ്റുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. അപ്പോൾ എന്നാണ് സുനിൽ ഗവാസ്കർ ജനിച്ചത്? ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ചെക്ക് യുവർ ആൻസർ എന്ന് പറയുന്ന ആൻസേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. 16-ാമത്തെ പേജിലാണ് നിങ്ങൾ നോക്കേണ്ടത്. 16-ാമത്തെ പേജിൽ ചെക്ക് യുവർ ആൻസേഴ്സ് എന്ന് പറയുന്ന ഭാഗം നോക്കുക. അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് ഓൺ ജൂലൈ 10, 1949 എന്ന് കൊടുത്തിട്ടുണ്ട്. 1949 ജൂലൈ മാസം 10-ാം തീയതി എന്ന് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അത് ആൻസർ കറക്റ്റാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. വാട്ട് ഡിഡ് സുനിൽസ് അങ്കിൾ മിസ്റ്റർ നാരായൺ മസുരേർക്കർ നോട്ടീസ് വെൻ ഹി കെയിം ടു സീ ദ ബേബി ഇൻ ഹോസ്പിറ്റൽ? എന്താണ് ബേബിയെ കാണാൻ നാരായൺ മസുരേർക്കർ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ശ്രദ്ധിച്ചത്? ദാറ്റ് ഹി ഹാഡ് എ ലിറ്റിൽ ഹോൾ ഓൺ ഹിസ് ലെഫ്റ്റ് ഇയർ. ലെഫ്റ്റ് ഇയർ ലോബ് എന്ന് ആക്കണം. ലെഫ്റ്റ് ഇയർ ലോബ് എന്നാക്കണം. ലോബ് എന്താണ്? ലോബ് കീഴ്ക്കാത് എന്ന് നമ്മൾ പറയുണ്ടായി. ഇയർ ലോബ് കീഴ്ക്കാത്. അപ്പോൾ അദ്ദേഹം കണ്ടത് എന്താണ്? അദ്ദേഹത്തിന് ഈ ബേബിയുടെ ഇടത് ചെവിയുടെ കീഴ്ക്കാതിന് മുകളിലായി ഒരു ഹോളുണ്ട് എന്ന് അദ്ദേഹം കാണുകയുണ്ടായി. ഇനി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? മൂന്നാമത്തെ 2 ചോദ്യമാണുള്ളത്. എയും ബിയും 2 ചോദ്യമാണുള്ളത്. വാട്ട് വാസ് ദ ഹൊറിബിൾ തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ദി നെക്സ്റ്റ് ഡേ? അടുത്ത ദിവസം എന്ത് ഭയാനകമായ സംഭവമാണ് ഉണ്ടായത്? എന്താണ് ഉണ്ടായത്? ആൻസർ പറയുന്നുണ്ട്. ദ ബേബി ഗോട്ട് എക്സ്ചേഞ്ച്ഡ് വിത്ത് അനദർ വൺ. മറ്റൊരു കുട്ടിയുമായി കുട്ടി മാറ്റപ്പെട്ടു എന്നാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ദിവസമുണ്ടായ അത്ഭുതകരമായ സംഭവം എന്ന് പറയുന്നത് കുട്ടി എന്താണ് മാറിപ്പോയിരിക്കുന്നു. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലെ ബി ചോദ്യമാണ്. വേർ വാസ് ദ മിസ്സിംഗ് ചൈൽഡ് ഫൗണ്ട്? എവിടെയാണ് നഷ്ടപ്പെട്ട കുട്ടിയെ കണ്ടെത്തിയത്? സ്ലീപ്പിംഗ് നെക്സ്റ്റ് ടു ദി ഫിഷർ വുമൺ. ഒരു മുക്കുവ സ്ത്രീയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്ന കുട്ടിയെ ആയിട്ടാണ് മാറിപ്പോയ കുട്ടിയെ കണ്ടെത്തിയത്. അതായത് മാറിപ്പോയ കുട്ടി എവിടെ കിടന്നുറങ്ങുകയാണ്? ഒരു മുക്കുവ സ്ത്രീയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നതായി കാണപ്പെട്ടു. ചോദ്യം നാലാമത്തെ ചോദ്യം. ഇഫ് നാൻകാക്ക ഹാഡ് നോട്ടീസ്ഡ് ദ ഹോൾ ഓൺ ഹിസ് ഇയർ വേർ വുഡ് ഹി ബി ലിവിങ്? ഈ നാൻകാക്ക എന്ന് വിളിക്കുന്ന നാരായൺ മസുരേർക്കർ ഈ പ്രത്യേകത ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് സംഭവിക്കുമായിരുന്നു? മേ ബി വിത്ത് ദി ഫിഷർ വുമൺ. ആ മുക്കുവ സ്ത്രീയോട് ഒപ്പം ആകുമായിരുന്നു ജീവിതം, അല്ലേ? മുക്കുവ സ്ത്രീയോട് ഒപ്പമാകുമായിരുന്നു ജീവിതം എന്നാണ് പറയുന്നത്. മേ ബി വിത്ത് ദി ഫിഷർ വുമൺ. ആ മുക്കുവ സ്ത്രീയോട് ഒപ്പമാകുമായിരുന്നു ജീവിതം എന്ന് പറയുന്നു. അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യമാണ്. ഫൈൻഡ് വേർഡ്സ് ഫ്രം ദി പാസേജ് വിച്ച് മീൻ ദ സെയിം ആസ്. ഫൈൻഡ് ദി വേർഡ്സ് ഫ്രം ദി പാസേജ്
വിച്ച് മീൻ ദ സെയിം ആസ്. ഇവിടെ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾക്ക് അതേ അർത്ഥം വരുന്ന വാക്കുകൾ നിങ്ങൾ പാസേജിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ പഠിച്ച പാസേജിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ലുക്കിംഗ് അറ്റ് തിങ്സ് വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ ആൻഡ് നോട്ടീസിങ് സ്മോൾ ഡീറ്റെയിൽസ്. ഒന്നാമത്തെ പറഞ്ഞിട്ടുള്ളത് വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചും വീക്ഷിക്കുന്നതിനെ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് പറയുന്നതാണ് ചൊല്ല്. ലുക്കിംഗ് അറ്റ് തിങ്സ് വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി ചെറിയ കാര്യങ്ങൾ പോലും വീക്ഷിക്കുന്നതിന് എന്തെന്ന് നമുക്ക് അതിനെ ആ ഒരു പ്രയോഗത്തിൻ്റെ അതേ അർത്ഥം വരുന്ന ഒരു വാക്ക് നമ്മൾ ഈ പാസേജിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസറിൽ കൊടുത്തുള്ള ഈഗിൾ ഐഡ് എന്നാണ്. ഈഗിൾ ഐഡ് പരുന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. പരുന്ത് വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളെ ദൂരെ നിന്ന് തന്നെ വീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈഗിൾ ഐഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നാരായൺ മസുരേർക്കർ എന്ന വ്യക്തിയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിയുടെ പ്രത്യേകതയാണ് ഈഗിൾ ഐഡ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത് ചോദിക്കുന്നത് അൺഅവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. അതിനുള്ള ഒരു ഒറ്റ വാക്ക് കണ്ടുപിടിക്കാനാണ്. സെയിം അർത്ഥം വരുന്ന ഒറ്റ വാക്ക് നമ്മളിപ്പോൾ നോക്കുന്ന പേജിൽ, 2ാമത്തെ പേജിൽ ഫസ്റ്റ് ലൈനിൽ ഏറ്റവും മുകളിലത്തെ ലൈനിൽ കിടക്കുന്നുണ്ട്. അബ്ലിവിസ് മീൻസ് മറവി ഉണ്ടാക്കുന്ന, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥ അഥവാ മറവി ഉണ്ടാക്കുന്ന അബ്ലിവിസ് എന്നാണ് ആ പ്രയോഗത്തിൻ്റെ സെയിം അർത്ഥം വരുന്ന വാക്ക്. അടുത്തത് അൺനോൺ. നോർ വിൽ ബി നോൺ. അൺനോൺ അറിയപ്പെടാത്ത. നോർ വിൽ ബി നോൺ അറിയപ്പെടാത്ത. ഒബ്സ്ക്വയർ എന്നാണ് അർത്ഥം. ഒബ്സ്ക്വയർ എന്താണ്? അറിയപ്പെടാത്ത, തീരെ അറിയപ്പെടാത്ത. നോർ വിൽ ബി നോൺ ആരും അറിയപ്പെടുകയില്ലാത്ത എന്നാണ് അർത്ഥം. അതിന് എന്താണ് 2ാമത്തെ പേജിൽ തന്നെ നമ്മൾ ഇപ്പോൾ വായിച്ചു പോകുന്ന പാരഗ്രാഫിൽ 1, 2, 3, 4, 5ാമത്തെ ലൈനിൽ കിടപ്പുണ്ട്. ഒബ്സ്ക്വയർ ഫിഷർമാൻ അറിയപ്പെടാത്ത മുക്കുവനായി. അറിയപ്പെടാത്ത ആ വാക്ക് അണ്ടർലൈൻ ചെയ്യുക. അറിയപ്പെടാത്ത. ഓക്കെ, 4ാമത്തെ പോയിൻ്റ് പറയുന്നത് ഇങ്ങനെയാണ്. എ ഷോർട്ട് പീരീഡ് വളരെ കുറഞ്ഞ ഒരു സമയം. അതിന് പറയുന്നതാണ് എ സ്പെൽ എന്ന് പറയുന്നു. എ സ്പെൽ. അതും താഴേന്ന് 3ാമത്തെ ലൈനിൽ മുകളിൽ കിടപ്പുണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് ദി ബേബി ഹൂ ഫോർ എ സ്പെൽ ടുക്ക് മൈ പ്ലേസ്. എന്താ പറയുന്നത്? ഷോർട്ട് പീരീഡ്. ആൻഡ് വാട്ട് അബൌട്ട് ദി ബേബി ഹൂ ഫോർ എ സ്പെൽ ടുക്ക് മൈ പ്ലേസ്. എനിക്ക് പകരം എടുക്കപ്പെട്ട കുട്ടി കുറഞ്ഞ കാലത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തേക്കെങ്കിലും അവൻ എന്താകുമായിരുന്നു എന്ന ഉത്കണ്ഠയാണ് അവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ സ്പെൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ 4 വാക്കുകൾക്ക് 4 പ്രയോഗങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. അതിന് ഈക്വലായിട്ടുള്ള വാക്കുകൾ നമ്മൾ കണ്ടെത്തി. അപ്പോൾ അതൊന്നും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയില്ല. നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ 1, 2, 3, 4 ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. സെക്ഷൻ 2 നമ്മൾ കിടക്കുകയാണ്. ഹൗ ഡിഡ് സുനിൽ ബിഗിൻ പ്ലേയിങ് ക്രിക്കറ്റ്. എങ്ങനെയാണ് സുനിൽ ക്രിക്കറ്റ് കളിക്കാൻ ആരംഭിച്ചത്? ഹൂ ഹെൽപ്ഡ് ഡെവലപ്പ് ഹിസ് ടാലൻറ്റ് ആസ് എ ക്രിക്കറ്റർ. ലെറ്റ് us റീഡ് ഓൺ. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് പഠിക്കാം. ആരാണ് അദ്ദേഹത്തെ സഹായിച്ചതെന്നെല്ലാം താഴേക്ക് പഠിക്കുകയാണ്. പാരഗ്രാഫ് തുടങ്ങിയാണ്. സെക്ഷൻ 2 തുടങ്ങുകയാണ്. മൈ മോസ്റ്റ് വിവിഡ് റിക്കളക്ഷൻ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ക്രിക്കറ്റ് പ്ലേയിങ് ഡേയ്സ് ഈസ് ദ ടൈം ഐ മോസ്റ്റ് ബ്രോക്ക് മൈ മദേഴ്സ് നോസ്. ഞാൻ എൻ്റെ
ക്രിക്കറ്റ് കളിയുടെ ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് എന്താണ്, ഞാൻ അമ്മയുടെ മൂക്ക് പൊട്ടിക്കുന്നതാണ്. അമ്മയുടെ മൂക്ക് എറിഞ്ഞു പൊട്ടിക്കുന്നതാണ്. ബ്രോക്ക് മൈ മദേഴ്സ് നോസ്. ഹീ യൂസ്ഡ് ടു ബൗൾ ടു മീ ഇൻ ദി സ്മോൾ ഗാലറി ഓഫ് അവർ ഹൗസ് വേർ വി പ്ലേഡ് അവർ ഡെയിലി മാച്ച് വിത്ത് എ ടെന്നീസ് ബോൾ. അപ്പോൾ ഒരു ടെന്നീസ് ബോൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ചെറിയ ഗാലറിയിൽ, വീട്ടുമുറ്റത്ത് ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, സാധാരണ ഡെയിലി മാച്ച് എല്ലാ ദിവസവും കളിക്കുമായിരുന്നു. കളിക്കുമായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്, ഷീ യൂസ്ഡ് ടു ബോൾ ടു മീ. അമ്മയാണ് എനിക്ക് ബൗൾ ചെയ്തു തരാറുള്ളത്. അമ്മ ബൗൾ ചെയ്തു തരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, ബാറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. സിൻസ് ദ ഏരിയ വാസ് സ്മോൾ, അപ്പോൾ ഇവർ കളിക്കുന്ന സ്ഥലം വളരെ ചെറുതാണ്. ഷീ വുഡ് നീൽ ടു ബോൾ. അപ്പോൾ അമ്മയ്ക്ക് എന്ത് ചെയ്യണം, മുട്ടുകുത്തി നിന്നിട്ട് വേണം എറിയാൻ, അല്ലെങ്കിൽ കുനിഞ്ഞു നിന്നിട്ട് വേണം എറിയാൻ. അപ്പോൾ അങ്ങനെ എറിഞ്ഞെങ്കിൽ മാത്രമേ ആ ബോൾ കൺട്രോളിൽ ചെറിയ സ്ഥലത്ത് അവൻ അടിക്കാൻ പാകത്തിൽ കിട്ടുകയുള്ളൂ. ഓർ റാദർ ലോബ് ദി ബോൾ ടു മീ. അമ്മ ബൗൾ ചെയ്യുക അല്ലെങ്കിൽ ബോൾ എറിയുക ചെയ്യുന്നത് മുട്ടുകുത്തി നിന്ന് ആയിരുന്നു. ഐ ഹിറ്റ് വൺ സ്ട്രേച്ച് ബാക്ക് ആൻഡ് കോഡ് ഹെർ ബാങ് ഓൺ ദി നോസ്. എന്താ സംഭവിക്കുന്നത്, ഒരു ദിവസം ഞാൻ വളരെ ശക്തിയായിട്ട് ബോൾ അടിച്ചു. അതെന്ത് സംഭവിച്ചു, അത് പൊട്ടിത്തെറി ശബ്ദത്തോടെ, വലിയ ശബ്ദത്തോടു കൂടി അമ്മയുടെ മൂക്കിലാണ് പോയി അടിച്ചത്. വിച്ച് സ്റ്റാർട്ടഡ് ബ്ലീഡിങ്. അവിടെ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. ഓൾദോ ഇറ്റ് വാസ് എ ടെന്നീസ് ബോൾ. അതൊരു ടെന്നീസ് ബോൾ ആയിരുന്നിട്ട് പോലും ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഓഫ് ആസ് വെരി ഷോർട്ട്. ഞങ്ങൾ തമ്മിൽ നിൽക്കുന്ന അകലം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വിച്ച് അക്കൗണ്ട്സ് ഫോർ ദി ഫോഴ്സ് വിച്ച് ദ ബോൾ ഹിറ്റ് ഹെർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ ശക്തിയോടു കൂടി ആ ബോൾ വന്ന് അമ്മയുടെ മൂക്കിന് അടിച്ചു. ഐ വാസ് ഫ്രൈറ്റൻഡ് ബട്ട് ഷീ സ്ട്രഗിൾഡ് ഇറ്റ് ഓഫ്. എനിക്ക് ഭയങ്കര ഭയം തോന്നി, പക്ഷേ അമ്മ എന്ത് സംഭവിച്ചു, ഒന്നുമില്ല എന്നുള്ള രൂപത്തിൽ തോൾ വെട്ടിച്ചു. സ്ട്രഗിൾഡ് എന്ന് പറഞ്ഞാൽ തോൾ വെട്ടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രഗിൾഡ് ഇറ്റ് ഓഫ്, വാഷ്ഡ് ഹെർ ഫേസ് ആൻഡ് ദി ബ്ലീഡിങ് സ്റ്റോപ്പ്ഡ്. അമ്മ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായി പോയിട്ട് മുഖം കഴുകി ബ്ലഡ് വരുന്നത് നിന്നു. വി കണ്ടിന്യൂഡ് ദി ഗെയിം. വീണ്ടും ഞങ്ങൾ കളിക്കാൻ തുടങ്ങി. ബട്ട് ഫോർ ദി റെസ്റ്റ് ഓഫ് ദി ഡേ. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇറ്റ് വാസ് ഓൺലി ഫോർവേഡ് ഡിഫൻസ് ഫോർ മീ. ഐ റിസ്ട്രെയിൻഡ് മൈസെൽഫ് ആൻഡ് പ്ലേഡ് നോ അറ്റാക്കിംഗ് ഷോട്ട്സ്. ഞാൻ വളരെ നിയന്ത്രിച്ചാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ ഷോട്ടുകൾ അടിച്ചത്. എന്ന് പറഞ്ഞെന്താണ്, ഐ റിസ്ട്രെയിൻഡ് നിയന്ത്രിച്ചു, മൈസെൽഫ് സ്വയം നിയന്ത്രിച്ചു, ആൻഡ് പ്ലേഡ് നോ അറ്റാക്കിംഗ് ഷോട്ട് വളരെ ശക്തിയുള്ള ഷോട്ടുകൾ, അറ്റാക്കിംഗ് ഷോട്ടുകളൊന്നും തന്നെ ഞാൻ പിന്നീട് അടിച്ചില്ല. പാരഗ്രാഫിലേക്ക് വരികയാണ്. അടുത്ത പാരഗ്രാഫിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ക്രിക്കറ്റ് യൂസ് എ ക്ലിച്ച് മീൻസ് ഫലിതം അല്ലെങ്കിൽ പഴഞ്ചൊല്ല്. ക്രിക്കറ്റിനെ കുറിച്ചൊരു ഫലിതം എന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ ഈസ് ഇൻ മൈ ബ്ലഡ്. ക്രിക്കറ്റ് എൻ്റെ ബ്ലഡിൽ ഉണ്ടായിരുന്നു, എൻ്റെ രക്തത്തിലുണ്ടായിരുന്നു. കാരണം എന്താണ്, മൈ ഫാദർ വാസ് എ ഗുഡ് ക്ലബ് ക്രിക്കറ്റർ ഇൻ ഹിസ് ഡേയ്സ് ആൻഡ് എ കീൻ സ്റ്റുഡൻറ്റ് ഓഫ് ദി ഗെയിം. എന്താണ്, എൻ്റെ അച്ഛൻ നല്ലൊരു ക്രിക്കറ്റർ ആയിരുന്നു ആ കാലത്ത്. അച്ഛൻ നന്നായിട്ട് കളിക്കുന്ന ഒരു ക്ലബ്ബ് ക്രിക്കറ്ററായിരുന്നു, ക്ലബിന് വേണ്ടി കളിക്കുന്ന ക്രിക്കറ്ററായിരുന്നു. ആൻഡ് ഇൻ ഹീസ് ഡേയ്സ് ആൻഡ് എ കീൻ സ്റ്റുഡൻറ്റ് ഓഫ് ദി ഗെയിം. എന്താണ്, നല്ലൊരു ക്രിക്കറ്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും ആയിരുന്നു. ഈവൻ നൗ വി ഹാവ് ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ ഓൺ വേരിയസ് ആസ്പെക്റ്റ് ഓഫ് ദി ഗെയിം ആൻഡ് ഐ ഹാവ് ഫൗണ്ട് ഹിസ് അഡ്വൈസ് ഇൻവാല്യുബിൾ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് മൈ കരിയർ. ഞങ്ങൾ ക്രിക്കറ്റിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഒരുമിച്ചിരുന്ന് സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻവാല്യുബിൾ അമൂല്യമായ ഉപദേശങ്ങൾ എൻ്റെ കരിയറിൽ, എൻ്റെ ജീവിതത്തിൽ
വലിയ മാറ്റത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ആൻഡ് ആസ് ഐ ഹാവ് ഓൾറെഡി സെറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ ഹാവ് ഹാഡ് ദ പ്രിവിലേജ് ഓഫ് ഹാവിങ് എ ക്രിക്കറ്റിംഗ് മദർ, നല്ല ക്രിക്കറ്റ് പ്രേമിയായ അമ്മയുടെ ഒരു പാരമ്പര്യവും എനിക്ക് ഉണ്ടായിരുന്നു. ഹു ഹെൽപ്ഡ് മീ ടു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ ദി ഗെയിം ഐ ഹാവ് കം ടു ലവ്. എന്താണ്, അമ്മയാണ് എനിക്ക് ക്രിക്കറ്റിൻ്റെ ബാലപാഠങ്ങൾ അല്ലെങ്കിൽ ആദ്യ തുടക്കങ്ങൾക്ക് കാരണമായി തീർന്നത്, സഹായിച്ചതിൻ്റെ ഗെയിം ഐ ഹാവ് കം ടു ലവ്. ഞാൻ ഈ കളി ഇഷ്ടപ്പെടാൻ കാരണം അമ്മ തന്നെയാണ്. മൈ അങ്കിൾ മാധവ് മാൻട്രി, എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു മാധവ് മാൻട്രി എന്ന് പറയുന്ന വ്യക്തി. ഹു പ്ലേഡ് ഫോർ ഇന്ത്യ ഇൻ 4 ഒഫീഷ്യൽ ടെസ്റ്റ് ത്രൂ നോട്ട് വെരി സക്സസ്ഫുള്ളി. എന്താണ്, എൻ്റെ അമ്മാവനായിട്ടുള്ള മാധവ് മാൻട്രി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യക്ക് വേണ്ടി 4 കളികൾ, 4 മത്സരങ്ങൾ, 4 ഒഫീഷ്യൽ ടെസ്റ്റ്, ഔദ്യോഗികമായ 4 കളികൾ കളിച്ച വ്യക്തിയാണ്. ദോ നോട്ട് വെരി സക്സസ്ഫുള്ളി, എന്നാൽ വലിയ മികച്ച കളിയൊന്നും ആയിരുന്നില്ല എങ്കിൽ കൂടിയും വാസ് എ ഫോഴ്സ് ടു റിക്കൺ വിത്ത് ഇൻ ഫസ്റ്റ് ക്ലാസ് ഗെയിംസ്. ആദ്യകാല കളികളിൽ അദ്ദേഹം എന്തായിരുന്നു, വാസ് എ ഫോഴ്സ്, എനിക്ക് അദ്ദേഹം ഒരു ശക്തിയായിരുന്നു. റിക്കൺ വിത്തിൻ ഫസ്റ്റ് ക്ലാസ് ഗെയിംസ്. ഇനി വെനെവർ ഐ വെൻറ്റ് ടു മൈ അങ്കിൾസ് ഹൗസ്, ഞാൻ ഈ മാധവ് മാൻട്രി എന്ന് പറയുന്ന അങ്കിളിൻ്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യുമായിരുന്നു, അദ്ദേഹം ആ വീട്ടിൽ പോകുമ്പോൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്, വെനെവർ ഐ വെൻറ്റ് ടു മൈ അങ്കിൾസ് ഹൗസ് മൈ ഫേവറേറ്റ് പാസ്റ്റീം, എൻ്റെ ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറയുന്നത് യൂസ്ഡ് ടു ബി ടേക്ക്, എടുക്കാനായിരുന്നു. എന്തെടുക്കാൻ, ഔട്ട് ഹിസ് പുളോവേഴ്സ്, അദ്ദേഹത്തിൻ്റെ ജേഴ്സി എടുക്കാനായിരുന്നു അതെനിക്ക് ആഗ്രഹം. ആൻഡ് കെയറസ്, അത് തഴുകുക, കെയറസ് ദം വിത്ത് എ സെൻസ് ഓഫ് ലോങ്ങിങ്, സ്വന്തമാണ്, എൻ്റെ സ്വന്തം ജേഴ്സിയാണ് എന്ന ഒരു ബോധത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആ ജേഴ്സിയൊക്കെ എടുത്ത് തഴുകുക എന്നത് എൻ്റെ ഒരു വിനോദം ആയിരുന്നു. I was so attracted by the India test pullovers that once I even dared to ask him if I could take one. എന്താണ്, എൻ്റെ വലിയ അഭിലാഷം കൊണ്ട്, ഐ വാസ് സോ അട്രാക്റ്റഡ് ബൈ ദി ഇന്ത്യ ടെസ്റ്റ് പുളോവേഴ്സ്, അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആ ജേഴ്സിയോടുള്ള എൻ്റെ വലിയ അഭിലാഷം കൊണ്ട് ഒരിക്കൽ, ദാറ്റ് വൺസ് ഐ ഈവൻ ഡേഡ് തുനിയുക, ടു ആസ്ക് ഹിം, അദ്ദേഹത്തോട് ചോദിക്കാൻ തുനിഞ്ഞു, ഇഫ് ഐ കുഡ് ടേക്ക് വൺ, ഞാൻ ഇതിലൊരെണ്ണം എടുത്തോട്ടെ എന്ന് ഞാൻ ചോദിക്കാൻ തുനിഞ്ഞു. എന്നാൽ സിൻസ് ഹീ ഹാഡ് സോ മെനി, കാരണം എന്താണ്, അദ്ദേഹത്തിന് അതോട് ഒരുപാട് ജേഴ്സി ഉണ്ടായിരുന്നു. പക്ഷേ മൈ അങ്കിൾ ടോൾഡ് മീ ദാറ്റ് വൺ ഹാസ് ടു സിറ്റ് ആൻഡ് ഏൺ ഇന്ത്യ. സിറ്റ് മീൻസ് വിയർക്കുക. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് വിയർക്കുകയും നേടുകയും ചെയ്യുക എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. മൈ അങ്കിൾ ടോൾഡ് മീ ദാറ്റ് വൺ ഹാസ് ടു, ഒരാൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, വിയർക്കേണ്ടതുണ്ട്, സിറ്റ് ചെയ്യേണ്ടതുണ്ട്, ആൻഡ് ഏൺ ദി ഇന്ത്യ കളേഴ്സ്, ആൻഡ് ഇന്ത്യയുടെ എന്താണ് ജേഴ്സി എന്ന് പറയുന്നത്, ഇന്ത്യ കളേഴ്സ് മീൻസ് ഇന്ത്യ ജേഴ്സി. എന്ത് ചെയ്യണം, വിയർത്തു വാങ്ങണം, എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിക്കേണ്ട ഒന്നാണ് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ട്. കൂടാതെ അദ്ദേഹം പറഞ്ഞു, എന്താണ് പറഞ്ഞത്, ഐ ടു ഷുഡ് വർക്ക് ഹാർഡ് ടു ഏൺ ദി ഡിസ്റ്റിങ്ഷൻ. ഈ നേട്ടം കൈവരിക്കാൻ എന്ത് ചെയ്യണം, വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. ദാറ്റ് ഈസ് എ ലെസൺ, അതെനിക്കൊരു പാഠമായിരുന്നു. ഐ ഹാവ് നെവർ ഫൊർഗോട്ടൻ, എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പാഠമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എന്ന് പറയുന്നത്. ലുക്കിംഗ് ബാക്ക്, ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഐ ആം ഗ്ലാഡ് ദാറ്റ് മൈ അങ്കിൾ ഡിഡ് നോട്ട് സഖം ടു മൈ ചൈൽഡിഷ് ഫാൻസി ആൻഡ് ഇൻസ്റ്റഡ്
taught me that there was no shortcut to top. എന്താണ്, ഞാൻ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു ഞാൻ വലിയ സന്തോഷവാനാണ്. കാരണം എന്താണ്, അങ്കിൾ ഡിഡ് നോട്ട് സഖം മീൻസ് വഴങ്ങുക. അങ്കിൾ വഴങ്ങിയില്ല. എന്തിനു വേണ്ടി? ടു മൈ ചൈൽഡിഷ് ഫാൻസി, എൻ്റെ ബാലിശ്യമായ കുട്ടിത്തരമായ ഭാവനകൾക്ക് അല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്ക് അദ്ദേഹം വഴങ്ങിയില്ല. പകരം എന്ത് സംഭവിച്ചു? ആൻഡ് ഇൻസ്റ്റഡ് ടോച്ച് മീ ദാറ്റ് ദർ വാസ് നോ ഷോർട്ട് കട്ട് ടു ദ ടോപ്പ്. ഉന്നതങ്ങളിലെത്തുവാൻ എളുപ്പവഴിയില്ല എന്ന് അദ്ദേഹം എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. ഐ വാസ് ഓൾസോ ഫാസിനേറ്റഡ്, എന്നെ വളരെയധികം മോഹിപ്പിച്ച മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ബൈ ദ മെനി സൊവർണീഴ്സ് ഹി ഹാഡ് ആൻഡ് ദ ലാർജ് നമ്പർ ഓഫ് ട്രോഫീസ് ഹി ഹാഡ് വോൺ. എന്നെ മോഹിപ്പിച്ച മറ്റൊരു കാര്യമാണ് അദ്ദേഹം വാങ്ങിക്കൂട്ടിയ നിരവധിയായിട്ടുള്ള സ്മാരകങ്ങൾ, സുവനീഴ്സ്. എന്താ സുവനീർ എന്ന് പറയുന്നത്? സ്മാരക ചിഹ്നങ്ങളെന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടിയ സർട്ടിഫിക്കറ്റുകളോ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ, അതിന് മൊമൻറ്റോ, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മൊമൻറ്റോ ഒക്കെയാണ് സുവനീഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സുവനീഴ്സ് വളരെ എന്നെ മോഹിപ്പിച്ച വസ്തുക്കളായിരുന്നു. അതുപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ട്രോഫീസ് ഈ ഹാഡ് വോൺ, അദ്ദേഹത്തിന് ഒരുപാട് ട്രോഫികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രോഫികളും അദ്ദേഹത്തിന് കിട്ടുന്ന മൊമൻറ്റോയും എല്ലാം എന്നെ വളരെയധികം മോഹിപ്പിച്ചിരുന്നു. വാട്ട് ഐ ലൈക്ക്ഡ് മോസ്റ്റ് was the stamp bearing the autograph of the 1952 India and England teams, and I loved to linger over the autograph of every player. എല്ലാ കളിക്കാരുടെയും ഓട്ടോഗ്രാഫുകൾ അദ്ദേഹം വായിക്കുകയും അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് നമ്മൾ പോവുകയാണ്. Right from the beginning, I wanted to become a batsman and I hated losing my wickets. ശരിക്കും തുടക്കത്തിൽ തന്നെ ഞാൻ എന്തായിരുന്നു? ഞാനൊരു ബാറ്റ്സ്മാൻ ആകാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ വിക്കറ്റുകൾ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ആരെങ്കിലും ബൗൾ ചെയ്ത് എൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചു. തുടക്കം മുതൽ തന്നെ ഞാനൊരു നല്ല ബൗളർ ആകണമെന്നല്ല, നല്ലൊരു ബാറ്റ്സ്മാൻ ആകണമെന്നാണ് ആഗ്രഹിച്ചത്. ദിസ് ബിക്കം സച്ച് എ ഒബ്സഷൻ വിത്ത് മീ ദാറ്റ് ഇഫ് ദ റെസ്റ്റ് ഓഫ് ദ ബോയ്സ് എവർ ഗോട്ട് മീ ഔട്ട് ഐ വുഡ് ഫൈറ്റ് ആൻഡ് ഇവൻച്വലി വാക്ക് ഹോം വിത്ത് ദ ബാറ്റ് ആൻഡ് ദി ബോൾ. അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഒഴിയാബാധയായിരുന്നു, ഒരു ഒബ്സഷനായിരുന്നു, ഒരു ബാധയായിട്ട്, അല്ലെങ്കിൽ അത് എൻ്റെ മനസ്സിനെ അത് കണ്ടമാനം ബാധിച്ചിരുന്നു. എന്ത്? എൻ്റെ വിക്കറ്റ് ആരും നഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും എൻ്റെ കൂടെ കളിക്കുന്ന കുട്ടികളിൽ, ഇത് ഇദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന സമയത്തുള്ള കാര്യമല്ല പറയുന്നത്, ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം കൊച്ചുനാളിൽ കൂട്ടുകാരോടൊപ്പം കളിച്ച കാര്യമാണ്. ഇഫ് ദ റെസ്റ്റ് ഓഫ് ദി ബോയ്സ് എവർ ഗോട്ട്സ് മീ ഔട്ട്, ആരെങ്കിലും എൻ്റെ വിക്കറ്റ് തെറിപ്പിച്ച് എന്നെ പുറത്താക്കിയാൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഐ വുഡ് ഫൈറ്റ് ആൻഡ് ഇവൻച്വലി, ഞാൻ അവരുമായിട്ട് വഴക്കുകൂടുമായിരുന്നു. ആൻഡ് ഇവൻ്റലി, അവസാനം എന്ത് സംഭവിക്കും? വാക്ക് ഹോം വിത്ത് ദി ബാറ്റ് ആൻഡ് ദ ബോൾ, ഞാൻ ബാറ്റും ബോളും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനായിരുന്നു ബാറ്റും ബോളും ഉണ്ടായിരുന്നത്. ആ ബാറ്റും ബോളും കൊണ്ട് മറ്റുള്ള കുട്ടികളെ കൂട്ടി കളിക്കുകയായിരുന്നു. അവർ ആരെങ്കിലും ബോൾ തെറിപ്പിച്ചാൽ, വിക്കറ്റ് തെറിപ്പിച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹത്തിന് അവരുമായിട്ട് വഴക്കുകൂടി ബോളും ബാറ്റും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുമായിരുന്നു. ദിസ് വുഡ് ബ്രിങ് ദി ഗെയിം ടു ആൻ അബ്രപ്റ്റ് ആൻഡ് സിൻസ് നോബഡി എൽസ് ഹാഡ് ദി ബോൾ ഓർ ബാറ്റ്, ഇത് പെട്ടെന്ന് കളി നിർത്തുവാൻ, അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നാണ്, അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമാണ് ബോളും ബാറ്റും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളി നിന്നു പോകുമായിരുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ദ ബോയ്സ് കഴ്സ്ഡ് ആൻഡ് കോൾഡ് മീ നെയിംസ്, മറ്റു കൂട്ടുകാരൊക്കെ എന്നെ ശപിക്കുകയും അതുപോലെ തന്നെ എന്തൊക്കെയോ പേരുകൾ വിളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ. ബട്ട് ദ ടെൻഷൻ ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ് ആൻഡ് വി ജനറലി ഗോട്ട് എ വെരി വെൽ. എന്നാൽ ഈ പിണക്കങ്ങളൊക്കെ കുറച്ച് നേരമേ നിൽക്കുകയുള്ളൂ,
പെട്ടെന്ന് തന്നെ എല്ലാവരും ഓക്കെ ആകുമായിരുന്നു. അതുപോലെ തന്നെ among these early comrades with whom I played were the Amba brothers and Mandrakar brothers and several others who made up our team. എൻ്റെ ഓർമ്മയിൽ എൻ്റെ കൂടെ അന്ന് കളിച്ചുകൊണ്ടിരുന്ന ആരൊക്കെയായിരുന്നു? അമ്പയ ബ്രദേഴ്സ് എന്ന് പറയുന്ന കുറച്ച് കുട്ടികൾ, അതുപോലെ തന്നെ മാൻട്രേക്കർ ബ്രദേഴ്സ് എന്ന് പറയുന്ന മറ്റ് കുറച്ച് കുട്ടികൾ, അവരൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഉള്ളത്. വെനെവർ ഐ ബാറ്റഡ് ദേ വുഡ് ഡിസൈഡ് ബിഫോർ ഹാൻഡ്. ഞാൻ ബാറ്റ് ചെയ്യുമ്പോഴൊക്കെ അവർ മുൻകൂട്ടി തീരുമാനിക്കുമായിരുന്നു. ദാറ്റ് ദേ വുഡ് അപ്പീൽ അറ്റ് എ പർട്ടിക്കുലർ ബോൾ ആൻഡ് വെദർ ഐ വാസ് ഔട്ട് ഓർ നോട്ട്. ഞാൻ പുറത്താകാതിരുന്നാലും അവർ ഒരു പ്രത്യേകതരം ബോളുകൾ കൊണ്ട് എറിയാനുള്ള പെർമിഷൻ ഞാൻ ബാറ്റ് ചെയ്യുമ്പോഴൊക്കെ വാങ്ങുമായിരുന്നു. എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? ഇദ്ദേഹത്തെ പുറത്താക്കണമെന്ന ആഗ്രഹം കൊണ്ട് കുട്ടികൾ വിവിധ തരത്തിലുള്ള ബോളുകൾ മാറി മാറി എറിയാൻ ഇദ്ദേഹത്തിനോട് അനുവാദം ചോദിക്കുമായിരുന്നു. ഐ ഹാഡ് ഗോറ്റ് ബൈ ദി മജോറിറ്റി വെർഡിക്റ്റ്. അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിന് ഞാൻ സമ്മതിക്കുമായിരുന്നു. വി ഓഫൺ പ്ലേഡ് മാച്ചസ് അഗൻസ്റ്റ് ദ ടീംസ് മെയ്ഡ് അപ്പ് ഓഫ് ബോയ്സ് ലിവിങ് ഇൻ ദി neighboring building and there was a tremendous interest in the trophies as we called them. എന്താണ്, ഞങ്ങൾ വീടിൻ്റെ ചുറ്റുപാടത്തുള്ള കുട്ടികളെല്ലാം കൂടിയിട്ട് മാച്ചുകൾ സംഘടിപ്പിക്കുമായിരുന്നു. മത്സരങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു. അതിലേറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് ദർ വാസ് എ ട്രമൻഡസ് ഇൻട്രസ്റ്റ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഘടിപ്പിക്കുന്ന മത്സരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യമെന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു ട്രോഫീസ് ഉണ്ടായിരുന്നു. ഇൻ ദി ട്രോഫീസ് ആസ് വി കോൾഡ് ദം, ഞങ്ങളുടെ ട്രോഫീസ് എന്ന് വിളിക്കുന്ന ഒരു സാധനമുണ്ടായിരുന്നു. ആരാണ്? മത്സര വിജയികൾ കൊടുക്കാൻ വേണ്ടി ട്രോഫീസ് ഉണ്ടായിരുന്നു. എന്താണ് ട്രോഫീസിൻ്റെ പ്രത്യേകത? ദീസ് ട്രോഫീസ് വർ സ്മോൾ വൈറ്റ് മെറ്റൽ കപ്സ്. ഈ ചെറിയൊരു മെറ്റൽ കപ്പായിരുന്നു ട്രോഫി എന്ന് പറയുന്നത്. ഫോർ വിച്ച് ഓൾ കോൺട്രിബ്യൂട്ടഡ് ആൻഡ് ബ്രോഡ് ഫോർ. എല്ലാവരും കൂടി പിരിവിട്ട് വാങ്ങുന്ന ഒരു കപ്പാണിത്. ആൻഡ് ലിറ്റിൽ RS 150, 1.5 രൂപയ്ക്ക് താഴെ വിലയുള്ള എല്ലാവരും കൂടി പിരിവിട്ട് വാങ്ങുന്ന ട്രോഫി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു മെറ്റൽ കപ്പ് മത്സര വിജയിക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള ഇവരെ അയൽക്കത്തെ കുട്ടികളെല്ലാം കൂടി നടത്തുന്ന മാച്ചുകൾ സംഘടിപ്പിക്കുകയും ആ മാച്ചിലെ ഏറ്റവും വിഷയമെന്ന് പറയുന്നത് ഈ ട്രോഫി ആയിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ പാഠഭാഗം അവിടെ കഴിയുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡസ് ക്വസ്റ്റ്യൻസ് 1-2 എന്ന് പറയുന്ന ഭാഗം കാണുന്നത്. ഇൻഡസ് ക്വസ്റ്റ്യൻ 1-2 എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആൻസർ കിടക്കുന്ന ഭാഗം കൂടി കൈ കൊണ്ട് പിടിക്കുക. ആൻസർ കിടക്കുന്ന ഭാഗം കൊണ്ട് കൈ കൊണ്ട് പിടിക്കുക. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻ വായിക്കുകയും ആൻസറിനൊപ്പം പോവുകയും ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹൗ ഡിഡ് ഗവാസ്കർ ബ്രേക്ക് ഹിസ് മദേഴ്സ് നോസ്? എങ്ങനെയാണ് ഗവാസ്കർ അമ്മയുടെ മൂക്ക് പൊട്ടിച്ചത്? ആൻസറിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഹി ഹിറ്റ് ഹർ വിത്ത് ഹിസ് ബോൾ on the nose while playing his daily match with her in their house. അവൻ അമ്മയോടൊപ്പം അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഡെയിലി മാച്ച് കളിക്കുമ്പോഴാണ് ബോൾ അടിച്ചാണ് അമ്മയുടെ മൂക്ക് പൊട്ടിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം വായിക്കുന്നത് എങ്ങനെയാണ്: വാട്ട് ക്വാളിറ്റീസ് ഓഫ് ഹിസ് മദേഴ്സ് ക്യാരക്ടർ ആർ ബ്രോട്ട് ഔട്ട് ത്രൂ ദിസ് പാർട്ട് ഓഫ് ദി എക്സ്ട്രാക്റ്റ്? ഈ സംഭവത്തിലൂടെ അവൻ്റെ അമ്മയുടെ 2 പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ നമ്മൾ കാണുകയാണ്. പിക്ക് ദി 2 വേഴ്സസ് അല്ലെങ്കിൽ ഫ്രൈസസ് ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ഹെർ ഫ്രം ദി വൺസ് ഗിവൺ ബിലോ. എന്നാണ് പറയുന്നത്, താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ നിന്ന് അവൻ്റെ അമ്മയുടെ സ്വഭാവ സവിശേഷതയെ എടുത്തു കാണിക്കുന്ന 2 വാക്കുകൾ നിങ്ങളോട് എഴുതാനാണ്, അല്ലെങ്കിൽ
കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അവൻ്റെ അമ്മ ക്രിക്കറ്റ് കളിക്കുമ്പോൾ മൂക്കൊക്കെ പൊട്ടിയിട്ടും അവനെ വഴക്ക് പറയുകയല്ല ചെയ്തത്. കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് 2 വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് പേഷ്യൻസ് എന്ന് പറയുന്ന വാക്ക്, പേഷ്യൻ്റ് മീൻസ് ക്ഷമയുള്ള. 2 എൻകറേജിങ് പ്രോത്സാഹിപ്പിക്കുന്ന. അപ്പോൾ പേഷ്യൻ്റ്, എൻകറേജിങ് എന്ന് പറയുന്ന 2 വാക്കുകളാണ് അമ്മയുടെ സ്വഭാവ സവിശേഷതയെ കാണിക്കാൻ വേണ്ടി അവിടെ കൊടുത്തിട്ടുള്ള 2 വാക്കുകളായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. 3ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. വെൻ ഗവാസ്കർ സേസ് ക്രിക്കറ്റ് ഈസ് ഇൻ മൈ ബ്ലഡ്, ഹി മീൻസ് ദാറ്റ്. എന്താണ് അവൻ അർത്ഥമാക്കുന്നത്? അവൻ ക്രിക്കറ്റ് ഈസ് ഇൻ മൈ ബ്ലഡ്, ക്രിക്കറ്റ് എൻ്റെ രക്തത്തിലുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ടിക്ക് ദി കറക്റ്റ് ചോയ്സ് എന്നാണ് പറഞ്ഞത്. ടിക്ക് ദി കറക്റ്റ് ചോയ്സ്. 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3ാമത്തേതാണ് അതിൻ്റെ ആൻസറായി വരുന്നത്. ഹീ ഹാസ് ഇൻഹെറിറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ദി ഗെയിം ഫ്രം ഹിസ് ഫാമിലി മെമ്പേഴ്സ്. പാരമ്പര്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? ക്രിക്കറ്റിനോടുള്ള താല്പര്യം കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറയുണ്ടായി, അമ്മയാണ് അവനെ ക്രിക്കറ്റിന് തുടക്കത്തിൽ പഠിപ്പിച്ചതും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിച്ചതും ആദ്യ ബാലപാഠങ്ങൾ പഠിപ്പിച്ചതും. കൂടാതെ നമ്മൾ പറയേണ്ട അവൻ്റെ അച്ഛൻ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. പിന്നെ നമ്മൾ പറയുണ്ടായി അവൻ്റെ അമ്മാവൻ മാധവ് മാന്ത്രി എന്ന് പറയുന്ന അമ്മാവൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ച വലിയ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നമുക്ക്? അവൻ്റെ ഫാമിലി മെമ്പർമാരൊക്കെ പാരമ്പര്യമായി ക്രിക്കറ്റ് കഴിവുള്ളവരായിരുന്നു. അവരിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ കഴിവ് കിട്ടിയത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ക്രിക്കറ്റ് ഈസ് ഇൻ മൈ ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, 4ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. വാട്ട് ഡിഡ് ഗവാസ്കർ ലൈക്ക് ടു ഡു വെനെവർ ഹി വെൻറ്റ് ടു ഹിസ് അങ്കിൾസ് ഹൗസ്? അവൻ അങ്കിളിൻ്റെ വീട്ടിൽ പോകുമ്പോഴെല്ലാം എന്ത് ചെയ്യാനാണ് അവൻ ആഗ്രഹിച്ചിരുന്നത്? എന്ത് ചെയ്യാനാണ് അവൻ ഇഷ്ടപ്പെട്ടിരുന്നത്? വൈ, എന്തുകൊണ്ട്? അപ്പോൾ എന്താണ് അദ്ദേഹം അങ്കിളിൻ്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ എന്താ ചെയ്യാറുള്ളതെന്ന് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചത്. അവൻ്റെ ഏറ്റവും ഇഷ്ട വിനോദം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുളോവേഴ്സ് അഥവാ ജേഴ്സി എടുത്ത് അത് സ്വന്തമെന്ന് വിചാരിച്ച് തലോടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമെന്ന് നമ്മൾ പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. നമുക്ക് ആൻസറിലേക്ക് പോകാം. എന്താണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്? ടേക്ക് ഔട്ട് ഹിസ് പുളോവേഴ്സ് ആൻഡ് ടച്ച് ദം ലവിങ്ലി. വളരെ സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി പുളോവേഴ്സ് എടുത്ത് അതിനെ തലോടുക, ടച്ച് ചെയ്യുക. ഷോവിങ് ദാറ്റ് ഹി അഡ്മിയർഡ് ഹിസ് അങ്കിൾ ഫോർ ബീങ് ഓൺ ദി ഇന്ത്യൻ ടെസ്റ്റ് ടീം. ഇതിലൂടെ എന്താ അവൻ കാണിക്കുന്നത്? ഇങ്ങനെ പുള്ളോവേഴ്സിനൊക്കെ ഇത്രമാത്രം ഇഷ്ടപ്പെടുകയും തലോടുകയും ചെയ്യുമ്പോൾ എന്താ കാണിക്കുന്നത്? ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ കളിച്ച തൻ്റെ അങ്കിളിനെ അവൻ അഡ്മയർ ചെയ്യുകയാണ്, പ്രശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അടുത്തത് 2ാമത്തെ അങ്കിളിൻ്റെ വീട്ടിൽ പോകുമ്പോഴുള്ള അവൻ്റെ ഒരു പ്രത്യേകത, അവൻ്റെ ഒരു ഇഷ്ടം. 2 ആൻസർ പറഞ്ഞിട്ടുണ്ട്, 2ഉം എഴുതണം. ലുക്കിംഗ് അറ്റ് ഹിസ് അങ്കിൾസ് സുവനീഴ്സ് ഇൻക്ലൂഡിങ് ദി സ്റ്റാമ്പ് വിത്ത് ഓട്ടോഗ്രാഫേഴ്സ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് ഓൺ ഇറ്റ്. എന്താ പറഞ്ഞത്? ഓട്ടോഗ്രാഫ് എഴുതിയ സ്റ്റാമ്പും അതുപോലെ തന്നെ അങ്കിളിന് കിട്ടിയിട്ടുള്ള സ്മാരകങ്ങൾ, സ്മാരകങ്ങൾ ഒക്കെ എടുത്ത് നോക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം ആയിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട്
ലെസൺ ഡിഡ് ഹിസ് അങ്കിൾ ടീച്ച് ഹിം? എന്ത് പാഠമാണ് അങ്കിൾ അവനെ പഠിപ്പിച്ചത്? എന്ത് പാഠമാണ് അങ്കിൾ അവനെ പഠിപ്പിച്ചത്? ടു ഹാർഡ് വർക്ക്, ടു വർക്ക് ഹാർഡ് ടു ബിക്കം എ ഗ്രേറ്റ് ഇൻ ലൈഫ്. ടു വർക്ക് ഹാർഡ് ടു ബിക്കം ഗ്രേറ്റ് ഇൻ ലൈഫ്. ജീവിതത്തിൽ മുന്നേറുവാൻ, വിജയം കൈവരിക്കുവാൻ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. എപ്പോഴും നമ്മുടെ പാഠത്തിൽ കേട്ടതാണ്. എന്താണ്? അദ്ദേഹം ഒരിക്കൽ ഒരു ജേഴ്സി തരുമോ എന്ന് പോലും അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? സ്വിച്ച് ആൻഡ് ഏൺ. നീ വിയർത്ത് നേടാനാണ് അദ്ദേഹം പറഞ്ഞത്. ആ പാഠമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആ ലെസൺ എന്തായിരുന്നുവെന്ന്, എന്ത് പാഠമാണ് പഠിപ്പിച്ചതെന്നാണ് ചോദിച്ചത്. ടു വർക്ക് ഹാർഡ് ടു ബിക്കം എ ഗ്രേറ്റ് ഇൻ ലൈഫ്. നെക്സ്റ്റ് ചോദ്യം ചോദിക്കുന്നത്, ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു ദ ടോപ്പ് മീൻസ്. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു ദി ടോപ്പ് മീൻസ്. ഉയരങ്ങളിലെത്തുവാൻ എളുപ്പ വഴികളില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ടേക്ക് ദി കറക്റ്റ് ചോയ്സ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ? 4 ചോയ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ചോയ്സാണ് ഈ പ്രയോഗത്തിന് ഏറ്റവും ഉത്തമമായത് എന്ന് നിങ്ങൾ കണ്ടെത്തുക. രണ്ടാമത്തെ ചോയ്സ് നമുക്ക് ശ്രദ്ധിക്കുക. യു മസ്റ്റ് വർക്ക് ഹാർഡ് ടു സക്സീഡ് ഇൻ ലൈഫ്. നീ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്ത് വിജയം കൈവരിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നോ ഷോർട്ട് കട്ട് ടു ദി ടോപ്പ് മീൻസ്. ഉയരത്തിലെത്തുവാൻ എളുപ്പവഴിയില്ല എന്നതിൻ്റെ അർത്ഥം അദ്ദേഹം എന്താ പറഞ്ഞത്? യു മസ്റ്റ് വർക്ക് ഹാർഡ് ടു സക്സീഡ് ഇൻ ലൈഫ്. ഇനി 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിച്ച് സുവനീർ ഡിഡ് ഗവാസ്കർ ലൈക്ക് ദ മോസ്റ്റ്? വൈ? ഏത് സുവനീറാണ് ഗവാസ്കർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പറയുന്നതാണ് ദ സ്റ്റംപ്. ദ സ്റ്റമ്പാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് സ്റ്റമ്പ്? മാധവ് മാൻഡ്രി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ ഉള്ള സ്റ്റമ്പ്. ഏത് സ്റ്റമ്പിൻ്റെ പ്രത്യേകത എന്താണ്? 1952 ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ടീംസ് മത്സരത്തിൽ, ആ ടെസ്റ്റിൽ വന്ന മത്സരാർത്ഥികളുടെ കയ്യൊപ്പുള്ള സ്റ്റമ്പാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളത്. ആ സ്റ്റമ്പായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നത്. 8ാമത്തെ ചോദ്യം, ഗവാസ്കർ സേയ്സ് ഐ ഹേറ്റഡ് ലോസിങ് മൈ വിക്കറ്റ്. എൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇനി താഴെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വുഡ് ഹാപ്പൻ വെൻ എവർ ഹി ഗോട്ട്സ് ഔട്ട്. അങ്ങനെ അവൻ പുറത്തായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഹൗ വുഡ് ദി അതർ ബോയ്സ് റിയാക്ട് ടു ഹിസ്. എങ്ങനെയാണ് മറ്റു കുട്ടികൾ അവനോട് പ്രതികരിച്ചത്? വാട്ട് ഡസ് ദിസ് ബിഹേവിയർ ഷോസ് അബൌട്ട് ഗവാസ്കർ. ഇങ്ങനെയുള്ള പെരുമാറ്റം എന്താണ് സൂചിപ്പിക്കുന്നത്? അപ്പം 3 ചോദ്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. ആ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? 1ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അവൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുമായിരുന്നു? 8 എന്താണെന്ന് നോക്കുക. 8 ഹി വുഡ് സ്റ്റോപ്പ് ദ ഗെയിം ആൻഡ് വുഡ് വാക്ക് ഓഫ് വിത്ത് ഹിസ് ബാറ്റ് ആൻഡ് ബോൾ. അദ്ദേഹത്തിൻ്റെ ബാറ്റും ബോളും എടുത്തുകൊണ്ട് അദ്ദേഹം കളി നിർത്തി തിരിച്ചു പോരുമായിരുന്നു. ഇനി 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് പറയുന്നത്? ഹൗ വുഡ് ദി അതർ ബോയ്സ് റിയാക്ട് ടു ദിസ്. അവൻ്റെ ഈ സ്വഭാവത്തോട് മറ്റു കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ദേ കഴ്സ്ഡ് ഹിം ആൻഡ് കോൾഡ് ഹിം നെയിംസ്. എന്തൊക്കെയോ പേരുകൾ വിളിച്ച് അവരവനെ ശപിക്കുമായിരുന്നു. ഇനി എന്താ പറയുന്നത്? അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദിസ് ബിഹേവിയർ ഷോസ് അബൌട്ട് ഗവാസ്കർ. ഗവാസ്കറിൻ്റെ ഈ പെരുമാറ്റം എന്താണ് സൂചിപ്പിക്കുന്നത്? ആൻസർ പറയുന്നത് ഹിസ് ഗ്രേറ്റ് ലവ് ഓഫ് ദി ഗെയിം. ഹിസ് ഗ്രേറ്റ് ലവ് ഓഫ് ദി ഗെയിം. അവൻ്റെ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടത്തെയാണ് അവൻ്റെ ഈ സ്വഭാവത്തെ കാണിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 9ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക.
Find the words from the passage which means the same as. Find the words from the passage which means the same as. എന്താ പറയുന്നത്? ക്ലിയർ. ചോദ്യം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. എന്താ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്? സെയിം അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ കണ്ടുപിടിക്കാൻ. താഴെ കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്. ആ തന്ന വാക്കുകളുടെ സെയിം അർത്ഥം വരുന്ന വാക്കുകൾ നമ്മുടെ പഠിച്ചു പോകുന്ന ഭാഗത്തുണ്ട്. അത് ഏതാണ് എന്ന് കണ്ടുപിടിച്ചെഴുതാനാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക. ക്ലിയർ എന്ന വാക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ എന്ന വാക്കിൻ്റെ അർത്ഥം വ്യക്തമായ, കൃത്യമായ എന്നാണ് അർത്ഥം. അതിന് അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് നമുക്ക് പാഠപുസ്തകത്തിലുള്ളത് മൂന്നാമത്തെ പാരഗ്രാഫിൽ തുടക്കത്തിൽ തന്നെ സെക്ഷൻ 2 എന്ന് പറയുന്ന ഭാഗത്തിൽ ഫസ്റ്റ് ലൈനിൽ തന്നെ മൈ മോസ്റ്റ് വിവിഡ് റിക്കളക്ഷൻസ്. വിവിഡ് മീൻസ് വ്യക്തമായ, ക്ലിയറായ, കറക്റ്റായ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ വിവിഡ് എന്ന വാക്കാണ് എന്തിന് സെയിം അർത്ഥം വരുന്നത്. ഏതിൻ്റെ സെയിം അർത്ഥം വരുന്നത്? ക്ലിയർ എന്ന വാക്കിൻ്റെ സെയിം അർത്ഥം വരുന്നത്. ഇനി രണ്ടാമത്തെ വാക്ക് കൺട്രോൾഡ്, ചെക്ക്ഡ്. കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രിക്കുന്ന, നിയന്ത്രിക്കപ്പെട്ട. കൺട്രോൾഡ്, ചെക്ക്ഡ്, നിയന്ത്രിക്കപ്പെട്ട. അതിൻ്റെ സെയിം അർത്ഥം വരുന്ന വാക്ക് പാരഗ്രാഫ് 3 തന്നെ കിടക്കുന്നുണ്ട്. എന്താണ്? മൂന്നാമത്തെ പേജിൽ സെക്ഷൻ 2 എന്ന് പറയുന്ന പാരഗ്രാഫിൽ അത് അങ്ങ് പോന്നിട്ട് മൂന്നാമത്തെ പേജിൽ ആ പാരഗ്രാഫ് തീരുന്നു ഐ റിസ്ട്രെയിൻഡ് മൈസെൽഫ് എന്ന് പറയുന്ന ഭാഗം കാണുന്നുണ്ട് അല്ലേ? മൂക്കെല്ലാം പൊട്ടിയതിന് ശേഷം പിന്നീട് കളിക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ച് നിയന്ത്രിച്ചാണ് കളിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഐ റിസ്ട്രെയിൻഡ് മൈസെൽഫ്. അതായത് മൂന്നാമത്തെ പേജിൽ മുകളിൽ നിന്ന് മൂന്നാമത്തെ ലൈനിൽ കിടക്കുന്നുണ്ട് റിസ്ട്രെയിൻഡ് എന്ന വാക്ക്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? കൺട്രോൾ എന്ന വാക്കിൻ്റെ സെയിം അർത്ഥം വരുന്ന വാക്കാണ് റെസ്ട്രെയിൻഡ്. ഇനി മൂന്നാമത്തെ ഓഫ് ഗ്രേറ്റ് വാല്യൂ, വളരെ മൂല്യവത്തായ എന്ന വാക്കാണ് അവിടെ തന്നിട്ടുള്ളത്. അതിന് കൃത്യമായ അർത്ഥം വരുന്ന, അതേ അർത്ഥം വരുന്ന ഒരു വാക്ക് നാലാമത്തെ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. നാലാമത്തെ പാരഗ്രാഫിൽ എന്താണ് നാലാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്? ഇൻവാല്യുബിൾ എന്ന വാക്കാണ്. എവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? പേജ് നമ്പർ 3 കാണുന്ന ക്രിക്കറ്റ് ടു യൂസ് എ ക്ലച്ച് എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ക്രിക്കറ്റ് ടു യൂസ് എ ക്ലച്ച് എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ആ പാരഗ്രാഫിൽ മൂന്നാമത്തെ ലൈനിൽ കിടക്കുന്നുണ്ട് ഇൻവാല്യുബിൾ. ഇതിങ്ങനെയാണ് വായിക്കുന്നത്: ഐ ഹാവ് ഫൗണ്ട് ഹിസ് അഡ്വൈസ് ഇൻവാല്യുബിൾ, മൂല്യമായ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത വേർഡ് പറയുന്നത് എന്താണ്? ഏതാണ് അടുത്ത വേർഡ്? ആൻ ഒബ്ജക്റ്റ് കെപ്റ്റ് ആസ് എ റിമൈൻഡർ ഓഫ് ആൻ ഇവൻറ്റ്. എന്താ പറയുന്നത്? ആൻ ഒബ്ജക്റ്റ് കെപ്റ്റ് ആസ് എ റിമൈൻഡർ ഓഫ് ആൻ ഇവൻറ്റ്. എന്തോ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയായി നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന സാധനം, എന്തെങ്കിലും കാര്യത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന സാധനം, അതാണ് എന്താ പറയുന്നത്? സുവനീർ എന്ന് പറയുന്നത്. സ്മാരക ചിഹ്നങ്ങൾ അല്ലെങ്കിൽ സ്മാരകങ്ങൾ എന്ന് പറയുന്നു. അത് കിടക്കുന്നത് നമ്മളിപ്പോൾ കണ്ട ആ പാരഗ്രാഫ് തന്നെ വീണ്ടും നോക്കുക. ക്രിക്കറ്റ് ടു യൂസ് എ ക്ലച്ച്
എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ് 3-ാമത്തെ പേജിൽ. അതിൽ ലാസ്റ്റ് ആ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് ലൈനിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ 3-ാമത്തെ ലൈനിൽ സുവനീഴ്സ് എന്ന് കാണാം. സുവനീഴ്സ് എന്ന് കാണാം. അപ്പോൾ എന്താണ് പറയുന്നത്? എന്തിനെങ്കിലും ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെക്കുന്ന വസ്തുവാണ് സുവനീഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് ചോദ്യമെന്ന് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം പറയുന്നത് എ സ്ട്രോങ് ഫീലിംഗ്, ഡിസയർ, ഐഡിയ, ഏതെങ്കിലും വളരെ സ്ട്രോങ് ആയ ശക്തമായ ഒരു വികാരം, ഒരാഗ്രഹം, ഒരു ഐഡിയ, അതാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഒബ്സഷൻ എന്ന് പറയുന്നത് ഒരു ബാധ, ഒഴിയാബാധ, അല്ലെങ്കിൽ വിട്ടുപോകാൻ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു ശീലം, ഒരു ബാധയായി തുടരുകയാണ്. അപ്പോൾ ഒബ്സഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് ഫീലിംഗ് ആണ്. ശക്തമായ ഒരു വികാരം, ശക്തമായ ഡിസയർ, ശക്തമായ ആഗ്രഹം, ആശയം, ഇതൊക്കെയാണ്. അതിനൊക്കെ സെയിം അർത്ഥം വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒബ്സഷൻ എന്ന് പറയുന്നത്. എവിടെയാണ് ഒബ്സഷൻ കിടക്കുന്നത്? പാഠഭാഗത്ത് എവിടെയാണ് ഒബ്സഷൻ കിടക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കുക നമുക്ക് എവിടെയാണ് ഒബ്സഷൻ കിടക്കുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിൽ. ആ പാരഗ്രാഫ് തുടങ്ങുന്ന റൈറ്റ് ഫ്രം ദി ബിഗിനിങ് എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ്. റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ലാസ്റ്റ് പാരഗ്രാഫിൽ 2-ാമത്തെ ലൈനിൽ, മുകളിൽ നിന്ന് 2-ാമത്തെ ലൈനിൽ കാണുന്നുണ്ട്. ദിസ് ബിക്കെയിം സച്ച് ആൻ ഒബ്സഷൻ വിത്ത് മീ ദാറ്റ്. ഒബ്സഷൻ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നമ്മൾ ഗ്രാമർ വർക്കുകളും മറ്റ് വർക്കുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട വരാൻ സാധ്യതയുള്ള വർക്കുകൾ നിങ്ങൾക്ക് നോട്ടായിട്ട് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോട്ടായിട്ട് തരും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പറയാവേണ്ടതില്ല. നിങ്ങൾക്കിപ്പോൾ പാഠഭാഗം മാത്രമാണ് വോയിസായിട്ട് എടുക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ പ്രധാനപ്പെട്ട സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടായിട്ട് തരും. അതാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഇംഗ്ലീഷിൻ്റെ നോട്ട്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൻ്റെ ഒരു ഓർമ്മയുണ്ടെങ്കിൽ, പാഠം പഠിച്ച ഒരു ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ചെറിയ വർക്ക് മാത്രം ഞാൻ പഠിപ്പിക്കാം. പേജ് നമ്പർ 7 നോക്കുക. പേജ് നമ്പർ 7 ഗ്രാമർ എന്ന് കാണുന്നൊരു ഭാഗം കാണുന്നത്. ഗ്രാമർ, ദ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ്. റീഡ് ദി ഫോളോവിങ് സെൻറ്റൻസസ്. സുനിൽ ഗവാസ്കർ, ഒന്നാമത്തെ പാഠം ശ്രദ്ധിക്കുക. സുനിൽ ഗവാസ്കർ വാണ്ടഡ് ടു ബിക്കം എ ഗ്രേറ്റ് ബാറ്റ്സ്മാൻ. അവിടെ വാണ്ടഡ് എന്ന് പറയുന്നത് ബോൾഡായി കൊടുത്തിട്ടുണ്ട്. ഹി ഹേറ്റഡ് ലോസിങ് ഹിസ് വിക്കറ്റ്സ്. അവിടെ ഹേറ്റഡ് എന്ന് പറയുന്നത് ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. പ്ലേയിങ് ക്രിക്കറ്റ് വാസ് ദ ഒബ്സഷൻ വിത്ത് ഹിം. അവിടെ വാസ് എന്താക്കി കൊടുത്തിട്ടുണ്ട്? ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. ദ ഡോക്ടർ എക്സാമിൻഡ് മൈ ടീത്ത്. ഡോക്ടർ എക്സാമിൻഡ് മൈ ടീത്ത് എന്ന് പറയുന്നിടത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്? എക്സാമിൻഡ് ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. ആ ബോൾഡാക്കി കൊടുത്തതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് നോക്ക്. അവയെല്ലാം പാസ്റ്റ് ടെൻസാണ്. എന്താണ് പാസ്റ്റ് ടെൻസിൻ്റെ പ്രത്യേകത? അവയൊക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാലഭേദങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. നമ്മൾ ഇത് പരീക്ഷയ്ക്ക് വരുമൊന്നുമില്ല. ചിലപ്പോൾ 1 മാർക്കിൻ്റെ 1/2 മാർക്കിൻ്റെ ആയിട്ട് ചോദിക്കാം. എങ്ങനെയിരുന്നാലും നമ്മൾ ഏകദേശം ഒന്ന് ഓർത്തിരിക്കുക. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ താഴെ തന്നിട്ടുള്ള പാരഗ്രാഫ് ഒന്ന് വായിക്കുക. നോട്ടീസ് ദാറ്റ് ഓൾ ദി ഇവൻറ്റ്സ് ടുക്ക് പ്ലേസ് ഇൻ ദി പാസ്റ്റ്. മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചത് കഴിഞ്ഞ കാലത്താണ്. ദാറ്റ് ഈസ് ഓൾ ദി അബോവ് ആക്ഷൻസ് വെർ കംപ്ലീറ്റഡ് ഇൻ ദി പാസ്റ്റ് ഓർ ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ കുട്ടിയുടെ പല്ല് പരിശോധിച്ചു. എനിക്ക് ക്രിക്കറ്റ് കളിക്കുന്നത് വലിയ ബാധയായിരുന്നു, അല്ലെങ്കിൽ വലിയ ആഗ്രഹമായിരുന്നു. ഹേറ്റഡ് ലോസിങ് വിക്കറ്റ്, അതായത് വിക്കറ്റ് നഷ്ടപ്പെടാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു.
സുനിൽ ഗവാസ്കർ വാണ്ടഡ് ബിക്കം എ ഗ്രേറ്റ് ബാറ്റ്സ്മാൻ. അദ്ദേഹം വലിയൊരു ബാറ്റ്സ്മാൻ ആകാൻ ആഗ്രഹിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകിൽ കഴിഞ്ഞ കാലത്ത് നടന്നതോ അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞ കാലത്ത് പൂർത്തിയാക്കിയതോ ആയ കാര്യങ്ങളാണ്. ഇനി ശ്രദ്ധിക്കുക, ഓൾസോ നോട്ട് ദാറ്റ് നോ ഹെൽപ്പിംഗ് വേർബ്സ്. അവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ്സും ഇല്ല. ഈസ് യൂസ്ഡ് ഇൻ ദി ബബോ സെൻറ്റൻസ്. മോളിൽ ഈസോ വാസോ വേറോ ഹാഡോ ഹാവോ ഒന്നും കൊടുത്തിട്ടില്ല. സച്ച് യൂസ് ഓഫ് വേർബ് ഈസ് കോൾഡ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ വാസ്, വേറ്, ഹാഡ് ഒന്നും കൊടുക്കാതെ വെരി സിമ്പിളായിട്ട് പാസ്റ്റ് ടെൻസിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി പറയുന്ന പോയിൻറ്റ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടുക. ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് ഫോംഡ് ബൈ ആഡിങ് ed or d to the verbs in its bare form. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ്, അതായത് ആ പാരഗ്രാഫിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സെൻറ്റൻസാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് ഫോർംഡ് ബൈ ആഡിങ് ed or d to the verb in its bare form. എന്താ പറഞ്ഞതില്ലേ? വെർബിൻ്റെ ബെയർ ഫോം, വെർബിൻ്റെ റൂട്ട് ഫോം. ഒരു ക്രിയയുടെ റൂട്ട് ഫോമിൻ്റെ കൂടെ ഇഡിയോ ഡിയോ ചേർത്താൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കാം. എന്താ പറഞ്ഞത്? ഒരു വെർബിൻ്റെ റൂട്ട് ഫോമിനോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ ബേസ് ഫോമിനോടൊപ്പം ഡിയോ ഇഡിയോ ചേർത്താൽ എന്തുണ്ടാക്കാം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ക്രിയകളെയാണ് പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റുന്നത്. ക്രിയകളെയാണ്, അല്ലേ? ക്രിയകളെയാണ് പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പോൾ എത്ര തരം ക്രിയകളുണ്ട്? എത്ര തരം കർമ്മങ്ങളുണ്ട്? ബേസിക് ഫോം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ബേസിക് ഫോം എന്ന് പറഞ്ഞാൽ? ഞാൻ ഏകദേശം പറഞ്ഞു തരാം. ഗോ എന്ന് പറയുന്നത് ഒരു ബേസിക് ഫോമാണ്. ഗോ ഗോ എന്ന് പറഞ്ഞാൽ പോയി എന്നല്ല അർത്ഥം, പോകുമെന്നോ ഒന്നല്ല, പോകുക എന്നാണ് അതിൻ്റെ ഏകദേശ അർത്ഥം. പക്ഷേ വെൻഡ് എന്ന് പറഞ്ഞാൽ പോയി, ഗോൺ എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞ, പോയ എന്നാണ് അർത്ഥം. ഇനി ലുക്ക് എന്ന വാക്ക് നമ്മൾ ചെയ്യുക. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക, ലുക്ക്ഡ് എന്ന് പറഞ്ഞാൽ നോക്കി, അല്ലേ? ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ലുക്സ് എന്ന് പറഞ്ഞാൽ നോക്കാറുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു വെർബിൻ്റെ ബെയർ ഫോം എന്ന് പറഞ്ഞാൽ ഏറ്റവും തുടക്കത്തിലുള്ള ഫോമാണ്. ഏറ്റവും തുടക്കത്തിലുള്ള ഫോമാണ്. ഇനി വേറൊരു വാക്ക് നമുക്ക് ജമ്പ് എന്ന വാക്ക് എടുക്കാം. ജമ്പ്, ജംസ്, ജമ്പിഡ്, ജമ്പിഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ജമ്പ് ഒരു വാക്ക്, ജംസ് മറ്റൊരു ഫോം, ജമ്പിങ് മറ്റൊരു ഫോം, ജമ്പിഡ് വേറൊരു ഫോം, ജമ്പിഡ് വേറൊരു ഫോം. അപ്പോൾ ഞാനിതിങ്ങനെയൊന്ന് പറഞ്ഞുതരാം, പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ജമ്പ് റൂട്ട് ഫോം, ജംസ് എസ് ഫോം, ജമ്പിങ് ING ഫോം, ജമ്പിഡ് പാസ്റ്റ് ഫോം, ജമ്പിഡ് വീണ്ടും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ നിങ്ങൾ അതൊന്നും വലിയ കൂലങ്കഷമായി പഠിക്കേണ്ടതില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ബെയർ ഫോം, ഒരു വെർബിൻ്റെ അടിസ്ഥാന രൂപത്തിൻ്റെ കൂടി പ്ലസ് ED or D ചേർത്താൽ, ഉദാഹരണത്തിന് ജമ്പ് എന്ന് പറയുന്ന ഒരു ക്രിയ, ചാടുക എന്ന ക്രിയയുടെ
അടിസ്ഥാന രൂപം എന്ന് പറഞ്ഞാൽ ജമ്പിനോടുകൂടി ഇഡിയോ ഡിയോ ചേർക്കുമ്പോൾ ജമ്പിഡ് ആകുന്നു. അപ്പോൾ ഇഡിയും ഡിയും നമുക്ക് ഇഷ്ടത്തിനല്ല ചേർക്കുന്നത്, ജമ്പിൻ്റെ പുറകിൽ പി ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇ ഡി ആണ് ചേർക്കേണ്ടത്, ജമ്പിഡ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഏതെങ്കിലും 2 വാക്ക് വന്നിട്ട് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇഡിയോ ഡിയോ ചേർത്തിട്ട് പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കണം. ഇനി താഴെ തന്നിട്ടുള്ള എക്സാമ്പിൾ ശ്രദ്ധിക്കുക. വർക്ക് എന്തായി മാറുന്നു? വർക്ക്ഡ് ആയി മാറുന്നു. വർക്കിൻ്റെ കൂടെ ഇ ഡി ചേർത്തു. ക്രിയേറ്റിൻ്റെ കൂടെ ഇ ഡി ചേർക്കേണ്ടതില്ല, കാരണം അവിടെ ക്രിയേറ്റിൻ്റെ കൂടെ ഒരു ഇ ഉണ്ട് ലാസ്റ്റ്, ക്രിയേറ്റ് TE ആണ്. അവിടെ വീണ്ടും ഒരു ഇ ഡിയുടെ ആവശ്യമില്ല, അവിടെ ഡി മാത്രം ചേർത്താൽ മതി. വാണ്ടിൻ്റെ കൂടെ വേണ്ടഡ് ചേർത്തു. അപ്പോൾ എന്ത് മനസ്സിലായി നമുക്ക്? ഏത് റൂട്ട് ഫോമിൻ്റെയും ഏത് അടിസ്ഥാന ക്രിയയുടെയും അവസാനം ഇ ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഒരു ഇ എഴുതിയിട്ട് ഡി ചേർക്കേണ്ടതില്ല. ആ ഇ ആണ് അവസാനിക്കുന്നതെങ്കിൽ എന്ത് ചേർത്താൽ മതി? ഡി ചേർത്താൽ മതി. മനസ്സിലായോ? ഇനി ഇയിലല്ല അവസാനിക്കുന്നതെങ്കിൽ ഇ ടി ചേർത്ത് ഫസ്റ്റ് ഫോം ആക്കണമെന്ന് മനസ്സിലാക്കണം. ഇനി താഴെ നോട്ട് എന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഇറഗുലർ വെർബ്സ് ലൈക്ക് ഗോ, കം, സീ, ഫൈൻഡ് എക്സെട്ര ആൻഡ് ബി ആൻഡ് ഹാവ് ഫോം their past tense in other ways. ഇനി ശ്രദ്ധിക്കുക, എല്ലാ വാക്കുകളുടെയും എല്ലാ ക്രിയകളുടെയും കൂടെ ഡിയോ ഇ ഡിയോ ചേർത്താൽ പാസ്റ്റ് ടെൻസ് ഉണ്ടാവുകയില്ല. എന്താ പറഞ്ഞത്? ഒന്നുകൂടി ശ്രദ്ധിക്കുക. എല്ലാ വെർബിൻ്റെയും കൂടി ഡിയോ ഇ ഡിയോ ചേർത്താൽ പാസ്റ്റ് ടെൻസ് ഉണ്ടാവുകയില്ല. കാരണം ഇംഗ്ലീഷിൽ വെർബുകൾ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് റെഗുലർ വേർബ്സ് എന്നും ഒന്ന് ഇറഗുലർ വേർബ്സ് എന്നും. ഇനി അത് മനസ്സിലാക്കാനുള്ള ഉദാഹരണം പറഞ്ഞുതരാം. ഇംഗ്ലീഷ് ഡിക്ഷണറി ഉള്ളവർ ഡിക്ഷണറിയുടെ പുറകുവശത്ത് ഇറഗുലർ വേർബ്സും റെഗുലർ വേർബ്സും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഡിക്ഷണറി നിങ്ങൾക്ക് കിട്ടുന്നത് ഇറഗുലർ വേർബ്സ് ആയിരിക്കും. അതിൻ്റെ ഒരു ഭാഗം തന്നെ ഡിക്ഷണറിയിലുണ്ടാവും, ഇറഗുലർ വേർബ്സ്. അതായത് ഗോ എന്ന വാക്ക് ഒരു ഇറഗുലർ വാക്കാണ്. കാരണം ഗോയുടെ കൂടെ ഡിയോ ഇഡിയോ ചേർത്ത് ഗോയിഡ് എന്ന് പറഞ്ഞൊരു വാക്ക് ഇംഗ്ലീഷിലില്ല. അതുപോലെ തന്നെ കം എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ ഡിയോ ഇഡിയോ ചേർത്ത് കമ്മിഡ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടാകാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഡിയോ ഇഡിയോ ചേർക്കാതെ വേറെ ഒരു വാക്ക് ഉണ്ടായി വരുന്ന വാക്കുകൾ, പാസ്റ്റ് ടെൻസ് ഉണ്ടാവണമെങ്കിൽ വേറൊരു വാക്ക് വരണം. ഫോർ എക്സാമ്പിൾ ഗോയുടെ പാസ്റ്റ് ടെൻസ് വെൻ്റാണ്. അപ്പോൾ ഗോയെ ഇ ഡി ചേർത്തോ ഡി ചേർത്തോ പാസ്റ്റ് ടെൻസ് ആക്കാൻ കഴിയില്ല. ഗോയ്ക്ക് വെൻ്റ് എന്ന് പറയുന്ന മറ്റൊരു പാസ്റ്റ് ടെൻസ് ഫോമുണ്ട്. കം എന്ന വാക്കിനെ എന്താണ് കമ്മിഡ് എന്ന് പറഞ്ഞ് മാറ്റാൻ കഴിയില്ല. കമ്മിൻ്റെ വേറൊരു വാക്കാണ് കെയിം എന്ന് പറയുന്നത്. കം, കെയിം, കം. ഗോ, വെൻറ്റ്, ഗോൺ. സീ, സോ, സീൻ. അപ്പോൾ ഏതെങ്കിലും ഒരു വാക്കിനെ പാസ്റ്റ് ടെൻസ് ആക്കുമ്പോൾ മറ്റൊരു വാക്കാണ് വരുന്നതെങ്കിൽ അത്തരം വാക്കുകളെ ഇറഗുലർ വേർബ്സ് എന്ന് വിളിക്കുന്നു. അത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ പാഠത്തിലേക്ക് അടുത്ത ദിവസം നമുക്ക് കിടക്കാം. രണ്ടാമത്തെ പാഠത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞകാല ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നല്ല ഒരു നോട്ട് തരുന്നതാണ്. അതാണ് നിങ്ങൾ കൂടുതലായും പഠിക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പാഠഭാഗം അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്തരം നോട്ടുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.